ഒരു പെരുമഴക്കാലത്ത് തെക്കേപ്പാട്ട് തറവാട്ടിലേക്ക് ഓടിയെത്തിയ ആമിന ഉമ്മിയെയും കൈക്കുഞ്ഞിനെയും പറ്റി MT എഴുതിയിട്ടുണ്ട്. നാലുകെട്ടിലെ കഥാപാത്രമായ ആ കൈക്കുഞ്ഞ് കൂടല്ലൂർ സ്വദേശി കുഞ്ഞിക്കയാണ്. കുഞ്ഞിക്ക ഇപ്പോഴും കൂടല്ലൂരിലുണ്ട്. അന്നു പെയ്ത കനത്ത മഴയും ശക്തമായ കാറ്റും 7 ദിവസം പ്രായമായ തന്നെയും ചേർത്തുപിടിച്ച് തെക്കേപ്പാട്ടു തറവാട്ടിൽ അഭയം തേടിയ കഥയുമെല്ലാം ഇന്നും കുഞ്ഞിക്കയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. 95 വെള്ളപ്പൊക്കം. അന്ന് എന്നെ പെറ്റ 7 ഈ പെറ്റ 7ൻ്റെ അന്ന് വെള്ളപ്പൊക്കം കാറ്റുമൊക്കെ വീണ് പെര വീണ്. അപ്പോൾ വീട്ടിൽ വാപ്പ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വാപ്പ വന്നു. അപ്പോൾ ഉമ്മ പുറത്ത് നിൽക്കുകയാണ് പെരയൊക്കെ വീണിട്ട്. അങ്ങനെ ഉമ്മ എന്നെ എടുത്ത് തോളിലിട്ടു. വാപ്പ വന്ന് ഉമ്മാനെയും പിടിച്ചു. വാപ്പാടെ ഉമ്മയുണ്ടായിരുന്നു, അവരുടെയും കൂടി പിടിച്ചു. പാടത്തേക്ക് ഇറങ്ങി. മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് മഴ കൊണ്ട് വാപ്പാടെ പെറ്റ ഉമ്മ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഉമ്മ പിന്നെ വാപ്പ ഉമ്മാനെ ഏറ്റ് അങ്ങനെ തെക്കേപ്പാട്ട് പഠിക്കലേക്ക് ആക്കി കൊടുത്തിട്ട്, നീ ഞാൻ കയറിപ്പോയിക്കോ തെക്കേപ്പാട്ടേക്ക്, പിന്നെ ഞാനും ഉമ്മാനെ തിരഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് വാപ്പ തിരിച്ചു പോന്നു. അങ്ങനെ വാപ്പാടെ ഉമ്മ ഒരു മൂച്ചിക്കൊമ്പത്ത് തടഞ്ഞിരുന്നിരുന്നു. അങ്ങനെ വാപ്പാടെ ഉമ്മാനെ കിട്ടി. ഉമ്മ അങ്ങനെ തെക്കേപ്പാട്ട് കയറി MTയുടെ വീട്ടിൽ പോയി കയറി കുത്തിരുന്ന് അവർ ഓലക്കൊടിയൊക്കെ ഇട്ട് ചൂടാക്കി. അങ്ങനെ അവരുടെ വീട്ടിൽ താമസിച്ചു. തങ്ങളുമായുള്ള സ്നേഹം എന്നും MT കാത്തു സൂക്ഷിച്ചിരുന്നു. നവതിക്ക് MTയുടെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നെന്നും കുഞ്ഞിക്ക പറഞ്ഞു. പിന്നെ ഞാൻ വലുതായതിൻ്റെ ശേഷം വീടും വലുതൊക്കെ ആയിട്ട് വീടും പരിസരവും MTയുടെ അമ്മയൊക്കെ ആയിട്ട് വളരെ സൗഹാർദ്ദ ജീവിതമായിരുന്നു. MT ഇവരൊക്കെ പോസ്റ്റ് ഓഫീസിൽ പോകാനും ഇതിനൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അവിടെ പോയി വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അവരെന്നെ പറഞ്ഞേക്കാറുള്ളൂ. തെക്കേപ്പാട്ട് വീടും MTയുടെ അമ്മയുമായും MTയുമായുമുള്ള വലിയ സ്നേഹബന്ധത്തിൻ്റെ കഥകളും കുഞ്ഞിക്കയുടെ മനസ്സിൽ ഓർമ്മകളുടെ തിരയിളക്കം സൃഷ്ടിക്കുകയാണ്. ചെറുപ്പം മുതൽക്ക് അവിടെ ഇങ്ങനെ പരിചയമൊക്കെ കാര്യമുള്ളതിൻ്റെ പേരിൽ അത്യാവശ്യ കാര്യത്തിനൊക്കെ വിളിച്ചാൽ അവിടെ ചെന്നാൽ അവർ ഭക്ഷണം കഴിച്ചത് പിന്നെ ആട്ടതികളൊക്കെ ഉണ്ടാകുമ്പോൾ MTയുടെ അമ്മ എന്നെ ഇച്ചിൽ കയ്യിൽ കൊണ്ട് തന്നെ ഇല ഭക്ഷണം കഴിച്ച ഇല പൊട്ടാതെ എടുക്കാനും അത് കൊണ്ടിടാനൊക്കെ പഠിപ്പിച്ചത് MTയുടെ അമ്മയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ MT ഇവിടുന്ന് ഇതായി കോഴിക്കോട് പോയി അവിടുന്ന് വരുമ്പോൾ അമ്മനെ കണ്ട് ഇവിടെ വരുമ്പോൾ അമ്മനെ കണ്ട് എൻ്റെ ഉമ്മാനെ കണ്ടിട്ട് അല്ലെങ്കിൽ പൈസ ഒക്കെ കൊടുത്തിട്ടാണ് MT. CCTV ന്യൂസ് തൃത്താല.